ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇപ്പോഴാണ് കേട്ടോ ഞാൻ എൻ്റെ കോലമൊക്കെ മാറ്റി മുടിയൊക്കെ ഒന്ന് ചെയ്യാൻ തുടങ്ങിയത്. കണ്ടോ, ഇട്ടേക്കുന്ന നൈറ്റി ഉണ്ടോ? ഞാൻ ആ ഡെലിവറി ടൈമിൽ, അതായത് പ്രസവം കഴിഞ്ഞ സമയത്തൊക്കെ ഇട്ടിരുന്ന നൈറ്റികളാണ്. അപ്പോൾ ഇതൊക്കെ പറക്കാനങ്ങ് വീട്ടിലിടാം. എന്തായാലും ദേഹത്തൊക്കെ ചളിയും മണ്ണും പെണ്ണ് തീർപ്പിക്കും. അപ്പോൾ പിന്നെ കുളിച്ച് കഴിഞ്ഞിട്ട് നല്ല ചുരിദാറോ വല്ലതും എടുത്തിട്ട് എല്ലാം ഇപ്പം എനിക്ക് ഭയങ്കര ലൂസാണ്. എൻ്റെ വണ്ണം ഒത്തിരി പോയിട്ടുണ്ട്. കാരണം എനിക്ക് കാണുമ്പോൾ അറിയാം. വീട്ടിൽ ആടയാഭരണങ്ങളൊന്നും ഉണ്ട്. പണ്ടേ എനിക്ക് ഇഷ്ടമല്ല, ഇപ്പോഴും ഇഷ്ടമല്ല കേട്ടോ. ഈ ഒരു കമ്മൽ കണ്ടോ, ഇത് ഓൺലൈനിൽ നിന്നുകൊണ്ട് പൊന്നൂസിന് വാങ്ങിച്ചതാണ്. ഞാൻ ഒത്തിരി നാളായിട്ട് സ്റ്റഡ് കമ്മൽ ഇട്ടുകൊണ്ട് കിടക്കുമായിരുന്നു. ഇപ്പം കുറച്ചധികം ഇതിൻ്റെ വേറൊരെണ്ണമായിരുന്നു എൻ്റെ കാതിൽ കിടന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ നേടെ പിന്നെ ഇതേലത്തെ ഒരെണ്ണം എനിക്കൊരു ഇഷ്ടം തോന്നി എടുത്തിട്ടതാണ് കേട്ടോ. എനിക്ക് ആ ഷേപ്പാക്കാനൊന്നും സമയത്ത് അതുകൊണ്ട് ഞാൻ തന്നെ ബ്ലേഡും കൊണ്ടൊന്ന് ഷേപ്പ് ആക്കിയത്. ബ്ലേഡല്ല, ഇപ്പം മറ്റേ ഒരു ഷേവ് ചെയ്യുന്ന സാധനം പോലെ കിട്ടുമല്ലോ, പിരികൊക്കെ. അതൊരെണ്ണം ഷോപ്പിൽ കണ്ടപ്പോൾ ചെയ്തു. ഇനി അതുകൊണ്ട് പാർലറിൽ പോയി എടുക്കുമ്പോൾ നല്ല വേദനയായിരിക്കും. അപ്പോൾ ഇതിനായിട്ട് മെനക്കെട്ട് പോകാനൊന്നും എനിക്ക് തോന്നുന്നില്ല. നേരത്തെ ഞാൻ ഡാൻഡ്രഫ് ഉണ്ടായിരുന്നു തലയിൽ, അന്നേരം ഞാൻ പോയി സ്പായൊക്കെ ചെയ്യുമായിരുന്നു. ഇടയ്ക്ക് ഞാൻ കോളേജിൽ പഠിക്കുന്ന ടൈമിലേ മുടി സ്ട്രൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം പിന്നെ അതൊന്നും മെനക്കെടുത്തില്ല. മുടി രാത്രി കിടക്കുമ്പോൾ നല്ലതായിട്ട് പിന്നിയിടും കേട്ടോ. അതുകൊണ്ട് മുടി ഈ ഒടക്കൊന്നും ഇല്ലാതെ നല്ല പോലെ കിടക്കും. അപ്പം ഞാൻ ഇച്ചിരി തലയിലാണെങ്കിൽ എണ്ണ തേച്ചങ്ങ് വെക്കും. കുറച്ച് ഞാൻ കുളിക്കാൻ പോയതുകൊണ്ട് കുളിക്കുന്നതിന് 1 മണിക്കൂറിനാണെങ്കിൽ ഇങ്ങനെ ഇട്ട് മസാജൊക്കെ ചെയ്ത് മുടി ഇപ്പോൾ അതുകൊണ്ട് നല്ലതുപോലെ ഉള്ളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ ചെമ്പരത്തിയുടെ ഇലയും പൂവും കറിവേപ്പിലയും എല്ലാം കൂടെ ഇച്ചിരി ഒരു 2-3 ദിവസത്തേക്ക് അങ്ങനെ 3 ദിവസം ഇടവിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ തലയിലിങ്ങനെ ആ കാച്ചി എണ്ണ വെച്ചാണ് മസാജ് ചെയ്യുന്നത് കേട്ടോ. ഇത് നമ്മുടെ ആവശ്യത്തിന് കല്ലൂസാണെന്ന് കേട്ടോ. കല്ലൂസിനെ കാണിക്കാം. ഇത് കല്ലൂസ് കുളിക്കുന്ന സോപ്പാണ്. ഇതെന്തോ ഇത്? പോപ്പോ. അയ്യേ, ഇതിൻ്റെ പേരെന്തുവാ? മെഡിമിക്സ് ആണ് ഞങ്ങളുടെ സൗന്ദര്യം കേട്ടോ. മെഡിമിക്സ് ആണ് എനിക്കിഷ്ടം. നല്ല മണമാണ്. എനിക്ക് പണ്ടേ ഇഷ്ടപ്പെട്ടൊരു സോപ്പാണ് മെഡിമിക്സ്. മണം ഉണ്ടോ അല്ലൂസേ? അങ്ങനെ മണം ഉണ്ടെന്ന് കാണിക്കുന്നേ. ഒന്ന് മണപ്പിച്ചേ. അങ്ങനെ ഒന്ന് മണപ്പിച്ചേ. അച്ഛൻ കുളിക്കുന്ന സോപ്പാണ്. എങ്ങനെ മണപ്പിക്കുന്നത്? ഒന്ന് മണപ്പിച്ചേ. കല്ലൂസ ചേച്ചി എന്തി? കല്ലൂസേ ഊളിപ്പോയി. കല്ലൂന് ഊളി പോണോ? കൂളി പോകുമ്പോ എന്തൊക്കെ വേണം? ഇങ്ങോട്ട് നോക്ക്. സ്കൂളിൽ പോകുമ്പോ എന്തൊക്കെ വേണം? സ്കൂളിൽ പോകുമ്പോ അല്ലൂസിന് ഇതൊക്കെ വേണം. പോപ്പ് കൊണ്ടാണ് ഊളി പോന്നേ. എന്തൊക്കെ വേണം ഊളി പോകുമ്പോ? എന്തോ വേണമെന്ന് പറ അല്ലു. പറ അല്ലു. എന്നാ സ്കൂളിൽ പോകുമ്പോ എന്തൊക്കെ വേണം? ബായോട. സ്കൂളിൽ പോയി എന്തൊക്കെ കിട്ടും? അങ്കൻവാടി പോയ എന്ത് കിട്ടും? അങ്കൻവാടി ഷോപ്പൊക്കെ വലിച്ചെടുത്തു കേട്ടോ. ഇനി അത് പൈപ്പിന്റെ മുട്ടിക്കൊണ്ടൊന്ന് കലക്കലാണ് ഇവളുടെ പണി. ഇവളൊരു അങ്കോടിയാണ്, ഇവളൊരു ചുണ്ണടിയാണ്. കല്ലു, അമ്മ ഒന്ന് ഉന്തരി പറഞ്ഞേ. അമ്മ എങ്ങനെ ഉന്തരി പറയുന്നേ? എങ്ങനെ അമ്മ ഉന്തിരി അങ്ങനെ എങ്ങനെ പറയുന്നേ? ഒന്ന് പറഞ്ഞേ. അത് കണ്ട് സോപ്പ് കണ്ട്. അമ്മ ഉന്തിരി എന്നൊന്ന് പറഞ്ഞേ. എങ്ങനെ ഒന്ന് കാണിച്ചേ. എന്നാ കൂട്ടില്ല. എന്നാ കല്ലൂത്തിനും കൂട്ടില്ല. എന്നാ അയാളെ ഞാൻ താഴെ നിർത്താൻ പോവാ. അമ്മ ഉന്തിരിയാന്നൊന്ന് കാണിച്ചേ. പോപ്പല്ല, സോപ്പ്. എന്തുവാ? സുന്ദരിന്ന് കാണിക്കും കേട്ടോ. നമ്മളിങ്ങനെ പൊട്ടൊക്കെ ഇട്ട് കുറിയൊക്കെ ഇട്ടാൽ ഇങ്ങനെ സുന്ദരി ഇങ്ങനൊരു കാണിപ്പുണ്ട്. അത് കാണിക്കാനാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പം പോയി എണ്ണയൊക്കെ തേച്ച് മുടിയൊക്കെ സെറ്റാക്കി വെച്ചിട്ട് നമുക്ക് വരാം. ഓക്കെ, ഒരു കുഞ്ഞൊരു വീഡിയോ ആണ്. എന്നെ കൊണ്ട് നോക്കുന്ന ചെറിയ ചെറിയ വീഡിയോകളാണ് ഞാനിടുന്നത് കേട്ടോ. അപ്പം റെഡ് ലേഡിയെ പറിച്ചു കേട്ടോ. നമ്മുടെ ഓമ പോലും ഓമയ്ക്ക് ഏകദേശം പഴുത്ത്. അപ്പം ഞാനത് പറിച്ചെടുത്ത് വെച്ചു കേട്ടോ. വേണ്ടേ
ഓമിക്ക പറിച്ചെടുത്തു വെച്ചു. ഓമിക്ക പറിച്ചെടുത്ത് നല്ല മഴ പെയ്ത്. ആഹാ, എന്ത് നല്ല കാലാവസ്ഥയല്ലേ. മഴ പെയ്ത് തോന്ന് ചെറിയ കാറ്റൊക്കെ വീശി നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഉണക്കമീൻകാർ പോയി കേട്ടോ. എല്ലാ തിങ്കളാഴ്ചയും വരും ഉണക്കമീൻകാർ പോയി. അപ്പോൾ ഞാൻ 200 രൂപയുടെ മീൻ വാങ്ങിച്ചു. പച്ചമീൻ വാങ്ങിക്കുന്ന പൈസക്ക്. പച്ചമീൻകാർ വരത്തില്ലെന്ന് പറഞ്ഞു, പക്ഷെ അതുകൊണ്ട് പച്ചമീൻകാർ വരുന്നു. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? പച്ചമീൻ പോട്ടെ. മറ്റേ മീൻ വാങ്ങിച്ചും പോയി. നമ്മുടെ റെഡ് ലേഡിയുടെ തന്നെ കണ്ടോ, കുറച്ചൊക്കെ ഇങ്ങനെ വന്നിട്ട് അങ്ങ് പൊഴിഞ്ഞു പോകും. എന്തു കാര്യം, എന്തായാലും ഒരെണ്ണം പിടിച്ചു കേട്ടോ. ഞാൻ കാണിക്കാവേ. നമ്മുടെ അമ്മയ്ക്ക് എന്താണ്, നമ്മുടെ മിറ്റം മൊത്തം കരിയില. നമ്മുടെ കല്ലൂസ് ഇതാണ്ട് ചേട്ടാ ഞാൻ പറയണം വരുന്നുണ്ട്. കല്ലൂസേ, കല്ലൂസേ ചെരുപ്പിടാത്ത എന്താ? സുന്ദരി, അല്ലു സുന്ദരി ഇങ്ങോട്ട് നോക്കല്ലു സുന്ദരി. എവിടെ പോവാ അല്ലു സുന്ദരി? എവിടെ പോവാ? തല ചൊറയുന്നത് എന്തുവാ? ഉള്ള മണ്ണിനകത്തും പൊടിക്കകത്തൊക്കെ പോയിരിക്കും. എവിടെ പോവാ? എവിടെ പോവാ? പൊന്നു പോയോ? പൊന്നു എവിടെ പോയി? പൂളിപ്പോയോ? എല്ലാം പറിച്ച് കളയരുത്. നമ്മുടെ റംബൂട്ടാനാണ് കേട്ടോ. ഈ വർഷം എന്തായാലും അവൻ കായ്ക്കും. 3 വർഷമായി. ഇതും കല്ലുവിൻ്റെ പ്രായമാണ്. കല്ലുവിനെ പ്രഗ്നൻ്റ് ആയിട്ടിരുന്നപ്പോഴാണ് ഇവനെ നമ്മൾ നട്ടത്. ഏകദേശം 2.5 വർഷമായി. 3-ാം വർഷത്തിൽ കഴിക്കുമെന്നാണ് പറഞ്ഞത്. കഴിച്ചാൽ നമുക്ക് കഴിക്കാം. അതിൽ ഞാൻ നട്ട ഇവിടെ റംബൂട്ടാൻ, വേറെ തരത്തിലുള്ള റംബൂട്ടാനുണ്ട് കേട്ടോ. മുറ്റത്തിൻ്റെയൊക്കെ കോലം കണ്ടില്ലെങ്കിൽ മഴ പെയ്ത് കണ്ട് കളിഞ്ഞ് പിളിഞ്ഞ് കിടക്കുകയാണ്. നല്ല റംബൂട്ടാൻ. ഇതൊരു റംബൂട്ടാൻ. നമ്മളതിൻ്റെ ഇടയ്ക്കൊക്കെ തൈ നിൽക്കും റംബൂട്ടാൻ്റെ. നമ്മുടെ പനിനീർച്ചാമ്പ വേണ്ട മുട്ടിട്ടിട്ടുണ്ട്. കാണാൻ പറ്റുമെന്ന് പറഞ്ഞൂടെ, മുട്ടിട്ടുണ്ട്. നമ്മുടെ അപ്പുക്കിളി എന്നാണ് പേര്. കിളിയുടെ പേരെന്തുവാ മോനെ? നമ്മുടെ കിളിയുടെ പേരെന്തുവാ? അമ്മു എന്തിയേ? അമ്മു മുമ്പ് വെച്ചോ? ആണോ? അമ്മുക്കിളി എന്തിയേ? കല്ലൂസ അപ്പുക്കിളി എന്തിയേ? അല്ല അത് കൈതലാക്കത്തില്ല. അപ്പൂനെ ഒന്ന് കാണിക്കട്ടെ. ഇതിന് അമ്മു അപ്പൂന്ന് അവർ പേരിട്ടിരുന്നത്. പക്ഷെ അമ്മുവിനെ ആണെങ്കിൽ ഉറുമ്പ് കടിച്ച് ഉറുമ്പ് കടിച്ച് ചത്തുപോയി കേട്ടോ. ഇപ്പം ഈ അപ്പുക്കിളി മാത്രമേ ഉള്ളൂ. കല്ലുവിൻ്റെയും പൊന്നുവിൻ്റെയും അപ്പുക്കിളി. ആരാ? അങ്ങനെ ഒന്ന് വിളിച്ചേ കല്ലുമോനെ. കമ്പെടുക്കുന്ന എന്തിനാ? ഓടിക്കണ്ട. അയ്യോ അപ്പുളി അത്തുപോവും. അമ്മു എന്തി? അമ്മുക്കിളി അമ്മുളി ഉമ്പുച്ചു. കിട്ടിയ ഉണക്കമീനാണ് കേട്ടോ. ഇത് താരൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറിച്ചി എന്നൊക്കെ പറയും. ഇത് വറുത്ത് തിന്നാൻ മുള്ളുണ്ട് എങ്കിലും വറക്കാൻ സൂപ്പറാണ്. ഇതിനകത്ത് കരിച്ചാളമത്തിയുണ്ട്. ഓരോ നാട്ടിലും ഓരോ രീതിയായിരിക്കും പറയുന്നത്. ഇത് 100 രൂപയുടെ മീനാണ്. മുള്ളുണ്ട് കേട്ടോ. പറ്റില്ല കേട്ടോ വീഡിയോ എടുക്കാൻ. ₹100 കുഴപ്പമില്ലല്ലേ? 100 രൂപയ്ക്കുണ്ട്, നല്ലതുണ്ട്. അതാണ്ട് പിന്നെ ഇത് ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ഉലുവ. ഇത് ഒരിടത്ത് ചെന്നപ്പോൾ ഞാൻ കഴിച്ചു. ഞങ്ങളുടെ ഉള്ളിൽ നിന്ന് വാങ്ങിക്കത്തില്ല. ഇതേലത്തെ 3 എണ്ണം കൂടെ ഉണ്ടായിരുന്നു. അത് ഞാൻ അവിടെ വറക്കാൻ വേണ്ടി വെള്ളത്തിലിട്ട് വന്നു. സുന്ദരി വന്ന എൻ്റെ സുന്ദരി. 100 മീനുണ്ടെന്ന്. എൻ്റെ സുന്ദരിക്ക് 100ൻ്റെ കണക്കൊക്കെ അറിയത്തുള്ളൂ. ഉന്തിരിക്ക് അത്. പിന്നെ ഞാൻ ഇത് ചമ്മന്തി പൊടിക്കാനും കൊഞ്ച് തീയൽ വെക്കാനും ഇഷ്ടമാണ്. അതുകൊണ്ട് ഇതാണ്ട് 50 രൂപയുടെ ഉണക്ക കൊഞ്ച്. കൊഞ്ചിനെപ്പോഴും ഭയങ്കര ഇതാണ്ട് കൊഞ്ച്. എന്തോ ഇതിൻ്റെ പേര്?
ഒഞ്ച് കൊഞ്ച് കൈയൊക്കെ അടിക്കുന്നല്ലോ. ആ കൊഞ്ചിനെ അടിക്കുമെന്ന്. കൊഞ്ച് കൈയൊക്കെ അച്ചല്ലോ. അമ്മ കച്ചു ഒഞ്ച കടിക്കായി. ഇതൊക്കെ കേൾക്കാൻ ഇനി അങ്കൻവാടി പോകുമ്പോൾ എനിക്ക് വിഷമം. എൻ്റെ അല്ലൂസിനെ കണ്ടില്ലെന്നും പറഞ്ഞ അമ്മയ്ക്ക് വിഷമം വരുന്നത്. കൊഞ്ചേ കച്ചല്ലോ. കൊഞ്ചേ എങ്ങനെയാ പറയുന്നത്? ആണ്ടി. ഇതെന്തുവാ? കൊഞ്ച് മത്തി. അടച്ച് ഫ്രിഡ്ജിൽ കൊണ്ടുവെക്കും കേട്ടോ. അത് കറിവേപ്പില. എൻ്റെ കല്ലൂനിപ്പോൾ എല്ലാ കാര്യങ്ങളും അറിയണം കേട്ടോ. അയ്യോ തൊഴരുത്. അപ്പം നമ്മൾ എന്താ ഇത് ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിൽ ഉറുമ്പിൽ നിന്ന് സന്തോഷമാണ് ഇത് വെളി വെക്കാമെങ്കിൽ തിന്നാൻ. എന്താ മോര് കാച്ചിയത് രാവിലെ പൊന്നൂസിന് കൊടുത്തു വിട്ടതാണ്. കൂട്ടാൻ വേറെ ഒന്നുമില്ല. ഇതാണ് ഇന്നലത്തെ സാമ്പാറിൻ്റെ കുറച്ച് ഇരിപ്പുണ്ട്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. സാമ്പാർ മോര് കറി ചോറ്. എന്തി നമ്മുടെ ഉരുളൻകിഴങ്ങ് മെഴുക്കുരുട്ടിയാണ്. മോക്ക് കാണിക്കാൻ ഒക്കത്തില്ല. അയ്യോ തറക്കട്ടെ. ഉരുളൻകിഴങ്ങ് മെഴുക്ക് പുരട്ടി. കണ്ടോ കൈയിട്ട് വാരി തിന്നുന്നത് ആരാ കൈയിട്ട് വാരി തിന്നുന്നത്? കള്ളി. ഇവിടുത്തെ കള്ളിപ്പൂച്ച അല്ലൂസ്. മീൻകറി ഒട്ടുമില്ല കേട്ടോ. കണ്ടോ 2-3 ചൂര കഷ്ണമുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ ഉണക്കമീൻ വറക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ ഈ ഉലുവാച്ചി. ഈ ഉലുവാച്ചി നമ്മൾ കറി വെക്കാൻ വറക്കാൻ പോവാം. മുടിയൊക്കെ നല്ലോണം എണ്ണ തേച്ച് സെറ്റാക്കി. എത്ര ലൂസാണ് എനിക്ക് നൈറ്റി നോക്കി. കൈയെല്ലാം ബളബളാന്ന് കിടക്കുന്നുണ്ട്. എനിക്ക് വയ്യ, നല്ല പനിയുടെ ആവശ്യതയുണ്ട്. അപ്പം ഈ സംഭവം എങ്ങനെയാ വെട്ടുന്നതെന്ന് എനിക്കറിയില്ല. അങ്ങനെ ആയാലും വെട്ടിയെടുക്കും. അയാൾ പറഞ്ഞ തൊലിയൊന്നും ഇരിക്കണ്ട എന്ന്. പക്ഷേ ചെതുമ്പലൊക്കെ ഇരിക്കുന്നു. കൊച്ചിനൊക്കെ കൊടുക്കുന്നില്ലേ. മീനില്ലാതെ ചോറിനകത്ത വ്യക്തിയാട്ട എൻ്റെ കല്ലൂസ്. അവൾക്ക് ചോറേ ചില സമയം കഴിക്കണമെന്നില്ല. പ്ലേറ്റ് താഴെ അവിടെ ഇരുന്ന് പുളി കട്ടില്ല. പുളിപ്പാത്രം ഞാൻ കാണിക്കാം കേട്ടോ. ഇവളെ പോലെ ഒരു കള്ളിപ്പൂച്ച ഈ വീട്ടിലില്ല. മഴ 2ാം വാരം മഴ പിന്നെയും തുടങ്ങി. മഴയാണ് ഇനി അങ്ങോട്ട്. ലാമാസമല്ലേ? ലാമാസത്തിലാണ് എൻ്റെ ബർത്ത്ഡേ. ഇത് ലാമാസക്കാരിയാണ് ഞാൻ. ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ 31 വയസ്സ് തുടങ്ങുകയാണ്. കല്ലു അമ്മയ്ക്ക് 31 വയസ്സായടി കല്ലു. അമ്മ കിളവിയായടി കല്ലു. കല്ലൂസേ കല്ലുവേ ഞാനെന്തിന് പറ കല്ലു. ഉലുവാച്ചി ഉലുവ അതുവരെ ശാന്തതയുടെ കൊടുമുടിയിൽ കയറി എൻ്റെ കല്ലൂസ് വയലൻ്റായി ഫോൺ വേണമെന്നും പറഞ്ഞു. അവസാനം ഞാൻ തന്നെ തോറ്റു കൊടുത്തു. അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? മഴയും പെയ്യുന്നുണ്ട്. മുറ്റത്തിറങ്ങി ഓടിയാൽ എനിക്കതിനെക്കാട്ടി പണിയാണ്, പനി പിടിച്ചാൽ. പിന്നെ നമ്മുടെ റെഡ് ലേഡി ഞാൻ പറഞ്ഞില്ലേ ഓമയ്ക്കയൊക്കെ കട്ട് ചെയ്ത് കേട്ടോ. ഞാൻ മീൻ വറുക്കാനായിട്ട് വെച്ചു. അതായത് നമ്മുടെ ഉരുളൻകിഴങ്ങ് മെഴുക്കുവരട്ടി എന്നും നമ്മുടെ വീട്ടിലെ സ്ഥിരം അംഗമാണ്. ആ എണ്ണ എന്നും കാണും. അത് അന്നുണ്ടാക്കിയ എണ്ണയാണ് കേട്ടോ. അല്ലാത്തതൊന്നും ഉപയോഗിക്കത്തില്ല. അതിലോട്ട് മീൻ വറുക്കാനുള്ളതുണ്ടെങ്കിൽ ഞാൻ ഇടും കേട്ടോ. അപ്പോൾ നമ്മുടെ റെഡ് ലേഡി ഓമയ്ക്കയൊക്കെ കട്ട് ചെയ്യുന്ന ഒരു വീഡിയോയോടുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോയ്ക്ക് പര്യവസാനം കുറിച്ചിരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വരെ ടാറ്റാ.
പറഞ്ഞ നമ്മുടെ റെഡ് ലേഡി കട്ട് ചെയ്യാൻ പോവാണ്. പഴുത്ത് സുന്ദരിയായിട്ടുണ്ട്. മുറിക്കാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ചുമന്നിരിക്കുന്നുണ്ട്.